പ്രവാചകൻ വീണു പോകും. എന്നാൽ 2800 കൊല്ലം മുമ്പ് ആട്ടിടയനായ ആമോസ് എഴുതി വെച്ചു, ഗാസ തീഗോളം. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവന്റെ തലമുറ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. എല്ലാരും കേട്ടോട്ടെ. സ്തോത്രം. എവിടം വരെയായി? ഗാസ ഒന്നാമത്തെ. 2 ഗാസ ഇസ്രായേൽ സംഘടന. ബൈബിളിലുണ്ടോ? നോട്ട് ചെയ്യണം. ഇത് ചാനലുകാർ പറയുന്ന എല്ലാം ബൈബിളിലുണ്ട്. ഇരമ്യ പ്രവചനം 47:5-6-7 ഓൺ കോൺഫ്ലിക്റ്റ് വിത്ത് ഗാസ ആൻഡ് ഇസ്രായേൽ 2023 October 7. അത് രണ്ടാമത്തെ വായിച്ചു. മോള് വായിച്ചാട്ടെ. വായിക്കാം. ഗാസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. മലയാളം. കണ്ണിത്തോടിലെ മുടിവെട്ടുകാർ പോയി അവിടെ മുടിവെട്ടിയെന്നല്ല, എല്ലാ ഹമാസിന്റെ ലീഡർമാരെ ഇസ്രായേൽ കൊല്ലും. സന്തോഷമില്ലല്ലോ. ഇസ്മായിൽ ഹനിയ, ഖാലിദ് മിഷേൽ, ഇന്നീ ഹമാസിന് ഒറ്റ ലീഡർമാരും ഇല്ല. ഇറാനിൽ കടന്നവരെ അവന്മാരുടെ മൊസാദ് തീർത്ത് കളഞ്ഞു. ദ ടോപ്പ് മിലിറ്റന്റ് ഓഫ് ഹമാസ് ലീഡേഴ്സ് കിൽഡ് ബൈ ഇസ്രായേൽ. ഗാസയ്ക്ക് കഷണ്ടി. ഇന്നത്തെ ഹമാസിന്റെ മുഴുവനെ അവൻ കൊല്ലും. ഗാസയ്ക്ക് കഷണ്ടി. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ അഷ്കലോൺ മുടിഞ്ഞുപോയി. ഞാൻ അതാ ഏനാത്ത് കുളക്കട പറഞ്ഞ പത്തനംതിട്ടയുടെ ബോർഡർ പോലെ ആദ്യത്തെ ബോർഡർ പോയിന്റ് ആയിരുന്നു അഷ്കലോൺ. അവിടെ യവന്മാര് പച്ചയ്ക്ക് മനുഷ്യനെ കൊന്നു, പാടങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു, ഡ്രോണുകളെല്ലാം ഇറങ്ങി. അടുത്തത് വായിക്കാം. എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും? ഇസ്രായേലേ, എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കാതിരിക്കും. അടുത്ത വാക്ക് മോള് വായിച്ചാൽ. അയ്യോ 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 യഹോവയുടെ വാളേ, നീ എത്രത്തോളം വിശ്രമിക്കാതെയിരിക്കും? നീ എത്രത്തോളം വിശ്രമിക്കാതിരിക്കും. അടുത്തത് നിന്റെ ഉറയിൽ കിടക്കാം. അതുകൊണ്ട് ഇതൊരു അന്തിമ യുദ്ധമാകത്തില്ല. ഇറാനുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ ഒരു രാജ്യത്തെയും കൂടെ അവൻ അടിച്ചിട്ട് വാൾ ഉറയിൽ വരും. ഒക്ടോബർ 7 ശേഷം ആരെ അടിച്ചു? 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 സിറിയ, 4 യമൻ, 5 ഇന്നത്തെ ഇറാൻ. 5 ബൈബിളിൽ കൂടെ തെളിയിച്ചു തരും അടിയുണ്ടോ എന്നുള്ളത്. വായിക്കാം. അടുത്തത് ഗാസ ഇസ്രായേൽ. സെക്കരിയ പ്രവചനം 9-ാം അധ്യായം 5-6. ഞാൻ വാക്യം പറയാതെ പോയാൽ യവന്മാർ പിന്നെയും പറയും പോസ്റ്റ് ഇടും എവിടുന്ന് കൊണ്ടുവന്നു. സ്വോത്രം. എഴുതുമോളെ വായിച്ചാട്ടെ. സെക്കരിയ 9:5-6 ഗാസ ഇസ്രായേൽ. വായിക്കാൻ മോളെ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അസ്കലോൻ അതുകൊണ്ട് ഭയപ്പെടും. ഇസ്രായേൽ 48 മെയ് 14 അവൻ സ്വാതന്ത്ര്യമായിട്ട് ഇസ്രായേൽ വിറച്ച ഒരു സംഭവമാ. ഒക്ടോബർ 7 അഷ്കലോൻ ഭയപ്പെടും. അതുകൊണ്ടല്ലേ സൈറൺ മുഴങ്ങിയപ്പോൾ പെൺകൊച്ചുങ്ങളെല്ലാം ബങ്കറിലേക്ക് ഓടി. ഒക്ടോബർ 7 മനസ്സിലാകുന്നവർക്കായി. അടുത്ത വാക്ക് വായിക്കാം. ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. അതാ 100 വിമാനം ഗസയ്ക്കകത്തിറങ്ങി. നിങ്ങൾ കണ്ടില്ലേ? ബിൽഡിങ്ങുകളെല്ലാം തകർത്തു. ഭൂമിയുടെ അടിയിലെ ബങ്കറുകളെല്ലാം തകർത്ത് കളഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി പലസ്തീന്റെ ഗോത്രമായ ഗസയിലെ ഹമാസ് നിലവിളിക്കുന്ന ഒരു കാലം വരാറായി. അടുത്ത വാക്ക് വൈര്. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. അറബ് ലീഗ് എല്ലാവരും കൂടി അടി നിർത്തണം. ഇസ്രായേൽ പറഞ്ഞു മിണ്ടാതിരുന്നാ നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ആരും ഈ വിഷയത്തിൽ ഇടപെടത്തില്ല. ഇടപെട്ട അവനെയും കൂടി ഇസ്രായേൽ അടിക്കും. ഒരു ചർച്ചയ്ക്കും ഹമാസ് ഇസ്രായേലിന് ആരും മിണ്ടുന്നില്ല. അടുത്ത വാക്ക് വായിക്കാം. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. അതിന്റെ മലയാളം കണ്ടോ? എല്ലാ ഹമാസിന്റെ ലീഡർമാരെ അവർ തീർത്ത് കളയും. 3-ാമത്തെ പ്രവചനം. 4-ാമത്തെ പ്രവചനം ഗാസ ഇസ്രായേൽ. സെഫന്യാവിന്റെ പ്രവചനം 2, 4, 5, 6. അമ്മാമ്മ നോട്ട് ചെയ്താട്ടെ. കാനാവിലെ കല്യാണമൊക്കെ എഴുതി പേപ്പർ കളയണ്ട. ഈ പ്രവചനം എഴുതിയിട്ട് നാട്ടുകാരോട് പറ, ഞങ്ങളുടെ ബൈബിളിനകത്ത് ഈ ഗാസ ഇസ്രായേൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാം മോളെ. സെഫന്യാവിന്റെ പ്രവചനം 2, 4, 5, 6 വായിച്ചാട്ടെ. വായിക്കാം. ഗസ നിർജ്ജനമാകും. ഇന്ന് ഗാസയിൽ ആളില്ല. നിങ്ങൾ കണ്ടില്ലേ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജനം ഓടുകയാവും അഭയാർത്ഥികളായി. അതുകൊണ്ട് അമേരിക്ക പറഞ്ഞ നിങ്ങൾക്ക് വേറൊരു സ്ഥലം തരാം. ഗാസ നിർജ്ജനമാകും. പ്രവചനം. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. ഇസ്രായേലിന്റെ ബോർഡർ അഷ്കലോൺ, അഷ്തോദ്, കിര്യാത് ഗട്ട്. അതിന്റെ ഇപ്പുറത്ത് വരുന്നതാ കഴിഞ്ഞ ദിവസം ആശുപത്രി ബോംബ് വീണ ബേർഷബ. അതൊന്നുകൂടെ ടൗണാ. ഈ 3 ആൾക്കാരെ ഇസ്രായേൽ മാറ്റി. ഭാഷ തമ്പിച്ചായനും കേട്ടാട്ട് അവിടെ ഇപ്പൊ ഫാം ഹൗസായി. അതുകൊണ്ട് ഇന്ത്യയിലെ പലരും ഇസ്രായേലിന്റെ പാടത്തിനകത്ത് ജോലി ചെയ്യാൻ കൊണ്ടുവന്ന ഇസ്രായേലിന് പിടികിട്ട്. ഇവിടെ ഇനി ആളെ വെച്ചിട്ട് കാര്യമില്ല. ഡ്രോൺ ഇറങ്ങി വരും. അഷ്കലോൺ, അഷ്തോദ്, അത് കഴിഞ്ഞ് കിര്യാത് ഗട്ട്. 3 സ്ഥലത്ത് നിന്നും ആൾക്കാരെ മാറ്റി, വീടെല്ലാം മാറ്റി അവിടെ ഇസ്രായേലിന്റെ ഫാമാക്കി അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അന്ത്യകാലമാ ബൈബിൾ പ്രവചനം ഇപ്പൊ നടക്കുന്ന. അടുത്ത വാക്ക് വായിക്കാം. അതാ ഉച്ച സമയത്ത് നിങ്ങൾ കണ്ടില്ലേ? 2000 ഡ്രോണുകളോ ഹമാസിന്റെ ഇസ്രായേലിന്റെ മണ്ണിനകത്ത് ഇറങ്ങി വന്നത്. ഒക്ടോബർ 7 ഗർഭിണിക്ക് പ്രസവ വേദന വരുന്ന പോലെ. 1 അവിടം കൊണ്ട് തീർന്നു. 2-ാമത്തെ കാര്യം, ഹമാസിനെ അടിച്ചപ്പോൾ
അത് കഴിഞ്ഞിട്ട് ലെബനോൻ. ബൈബിളിനകത്തുണ്ടോ ഇസ്രയേൽ ലെബനോനെ ആക്രമിക്കും? ചെറുപ്പക്കാരാ എഴുതിക്കോ മോനെ, ഇതെല്ലാം ഒരു തുണ്ട് പേപ്പറിൽ എഴുതിക്കോ. സെക്കരിയ പ്രവചനം 11:1-2 ലെബനോനെ ഇസ്രയേൽ ആക്രമിക്കും. വായിക്കാം. സെക്കരിയ പ്രവചനം 11:1-2. മോള് വായിച്ച് സഹായിച്ചട്ടെ. സെക്കരിയ പ്രവചനം 11:1-2 വാക്യം വായിക്കാം. ലെബാനോനെ, നിന്റെ ദേവദാരുക്കൾ കണ്ടില്ലേ? ഇസ്രയേലിന്റെ ഫൈറ്ററിൽ അവിടെ തീർന്നില്ലയോ? പണ്ട് കേരളത്തിൽ ഒരു പാട്ടുണ്ടായിരുന്നു, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരെ. സന്തോഷമില്ലല്ലോ. ദേവദാരു ചിറ്റാറിലും ഇല്ല, തണ്ണിത്തോടിലും ഇല്ല. ദേവദാരു ഉള്ള സ്ഥലം ആ ലെബനോൻ. ആ ലെബനോനിലെ സകല വൃക്ഷങ്ങളും സകല കോമ്പുകളും ഇസ്രയേൽ തട്ടിക്കളയും. ലെബനോനെ, നിന്റെ ദേവദാരു മുഴുവൻ തകർന്നു പോവും. ഇസ്രയേലിന്റെ ആക്രമണം. അടുത്തത് വായിരുമോളെ. വാതിൽ തുറന്നു വെക്കാം. അതിനകത്ത് ബങ്കറിനകത്ത് കയറി ലെബനോനിലെ ഹിസ്ബുള്ളയുടെ നേതാവിനെ ഇസ്രയേൽ കൊന്നുകളഞ്ഞു. ക്ലിയറായില്ലയോ? ഹസൻ നസറുള്ള വാതിൽ തുറന്നു വെക്ക. ഡ്രോൺ. അടുത്ത വാക്ക് വായിക്കാം. ദേവദാരു വീണും. ദേവദാരു ലെബനോൻ കത്തിപ്പോയി. അടുത്തത് മഹത്തുക്കൾ നശിച്ചു. ലെബനോനിലെ മിക്കവാറും നേതാക്കളെ ഇസ്രയേൽ കശാപ്പ് ചെയ്തു. സരളവൃക്ഷം ഇന്നും അവിടെ കരച്ചിൽ. വായിക്കാം മോളെ. അടുത്ത വാക്ക്. ഇരിക്കിയാൽ സരളവൃക്ഷമേ, സരളവൃക്ഷമേ ഓളിയിടുക, ദുർഘടവനം വീണിരിക്കാൻ. നടക്കുന്ന ലെബനോനിലെ 100 ഏക്കർ ഇസ്രയേൽ കയ്യിലാക്കിയത്. സന്തോഷമില്ലല്ലോ. തണ്ണിത്തോടിൽ അച്ചാ USA പോയി. അതിലത്തെ അവറാച്ചായ പട്ടയവും തിരുത്തി കുറ്റി അടിച്ച്. മനസ്സിലാകുന്നവർക്കായി അവസരം തക്കത്തിൽ ഉപയോഗിക്കുക. സ്വത്രം. സിറിയയിലെ ഗോലാംകുന്നും പിടിച്ച് ലെബനോന്റെ 100 ഏക്കർ ഇസ്രയേൽ പിടിച്ചിട്ട് ബെഞ്ചമിൻ എന്നറിയാവും അവിടെ ഒരു കൊടി ഉയർത്തി. അതിൻ്റെ ഇടയ്ക്ക് ഒന്നിൻ്റെ ഇടയ്ക്ക് ട്രംപ് പറഞ്ഞ് ഇഷ്ടം പോലെ ചെയ്തോളാം. സന്തോഷമില്ലല്ലോ. സ്വത്രം. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത്. ചാനൽ ഗുഡ് ന്യൂസ് വായിച്ചാൽ മതി. ഗ്രേറ്റർ ഇസ്രയേൽ. അവറാച്ചാൻ പണ്ട് കുറ്റിയടിച്ച കല്ലെല്ലാം മാറ്റിക്കൊച്ച് നീട്ടി പിടിച്ചോളാം. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. നമ്പർ 1 ഗാസ, നമ്പർ 2 ലെബനോൻ. അടുത്തത് സിറിയ കത്തുവോ ഇതിനകത്ത്? വായിക്കാം. യെശയ്യാ പ്രവചനം 17:1-2. അന്ത്യകാലമായി ജെറുസലേമിലേക്ക്. എടുത്താട്ട് മോളെ. യെശയ്യാ പ്രവചനം 17:1-2. അമ്മാമ്മമാരെ പേപ്പർ എടുത്തിട്ട് ഈ ബൈബിളൂടെ വായിക്കണം. ഞങ്ങളുടെ ബൈബിള് ശരിയാന്നോന്ന്. യെശയ്യാ പ്രവചനം 17:1-2 വായിക്കാം. സിറിയ കത്തുവോ? വായിക്കാം. ദമസ്കസിനെ കുറിച്ചുള്ള പ്രവാചകം. ഡമസ്കസ്, ഇന്നത്തെ സിറിയയെ കുറിച്ചുള്ള പ്രവചനം വായിക്കാം. ദമസ്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം, സിറിയ ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അത് ശൂന്യകൂമ്പാരമായി തീരും. കിടക്കുന്ന അതാ സിറിയക്കകത്ത് ഇസ്രയേൽ ആക്രമിച്ചെല്ലാം ശരിയായി. അടുത്തത് യമൻ അതിനകത്തുകൊണ്ട്. വായിക്കാം. അടുത്ത വാക്കൂടെ വായിച്ചിട്ട് മോളെ. അരോവർ പട്ടണങ്ങൾ. ഇന്നത്തെ യമനിൽ ഹുദൈബ തുറമുഖമാ അരോവർ. അതിനകത്ത് ഇസ്രയേൽ തീ വെക്കും. അച്ചായ 4 അടി നിങ്ങളെ ഞാൻ വരച്ചു കാണിച്ചു. യമൻ ഒന്നുകൂടെ പറയാം. 1 ഹമാസ് ഗാസ, 2 ലെബനോൻ, 3 സിറിയ, 4 യമൻ. ഇതിൻ്റെ ഇടയ്ക്ക് റഷ്യ. ഈ നമ്മുടെ സിറിയയിലെ രാജാവ് ഓടിപ്പോകുമെന്ന് ബൈബിളിനകത്തുണ്ടോ? ഇപ്പൊ സിറിയയിലെ രാജാവ് ഓടിപ്പോയി. ഭാഷ അവർ റഷ്യയിലേക്ക് പോയിരിക്കുക. അങ്ങനെയെങ്കിൽ സിറിയയിലെ രാജാവ് ഓടിപ്പോകുമെന്ന് നമ്മുടെ ബൈബിളിലുണ്ട്. ആന്റി ക്രൈസ്റ്റിന്റെ വരവ് വായിക്കുന്നു. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ബൈബിൾ എല്ലാവരും എടുത്താട്ട് സിറിയയിലെ രാജാവ് ഓടിപ്പോകും. വായിക്കാം. ആമോസിന്റെ പ്രവചനം 1:14 വായിച്ച സഹായിക്കും മോളെ. ഞാൻ രബയുടെ മതിലിനകത്ത് ഒരു തീ കത്തിക്കും. പശ്ചിമേഷ കത്തും. 14-ാമത്തെ വാക്യം. അവരുടെ രാജാവ്. വായിക്കാം. ആമോസ് 1:15 അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. കരമുയർത്തുന്നവർക്കായി. സിറിയയുടെ പ്രസിഡന്റ് ബാഷർ റഷ്യയിലേക്ക് ഓടിപ്പോയി. ഇസ്രയേലിന്റെ മിസൈൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആന്റി ക്രൈസ്റ്റിന്റെ വരവ്. എല്ലാവരും കേൾക്കണം സഹോദരന്മാരെ. ഇതൊരു അന്ത്യകാല പ്രസംഗമാണ്. റാന്നിയിലെ ജോൺ ബി തോമസ് സാർ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടാൽ നല്ലതാ. സൗദി അറേബ്യയിൽ ട്രംപും എലോൺ മസ്കും, അത് കഴിഞ്ഞിട്ട് ആരാ വന്ന് നമ്മുടെ എയുടെ സാൾട്ട്മാൻ. അന്നേരം കൊണ്ട് സിറിയയിലെ നേതാവിനെ ട്രംപ് വിളിച്ചേക്കുന്നത് കരമുയർത്തുന്നവർക്കായി. ട്രംപ് സിറിയയിലെ ഇന്നത്തെ ഭരണാധികാരിയെ വിളിച്ചിട്ട് ചായ കൊടുത്തു. അന്ന് രാത്രി ട്രംപ് അവിടെ വെച്ചൊരു കാര്യം പറഞ്ഞ എന്താണെന്നറിയാമോ? സിറിയക്കെതിരെയുള്ള ഉപരോധം ഞങ്ങൾ പിൻവലിച്ചു. കരമുയർത്തുന്നവർക്കായി. ഇന്ന് ഇറാനെ ആക്രമിച്ചിട്ട് ഒരു ചായക്ക് പോലും ഈ ഇറാനെ സഹായിക്കാതെ സിറിയ ഇരിക്കുന്നു. അപ്പൊ സിറിയയിലെ നേതാവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടാൽ നിങ്ങൾക്ക് നല്ലത്. ലോക ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് സൗദി അറേബ്യ വന്നിട്ട് അൽ ഖ്വയ്ദയ്ക്ക് ബന്ധമുള്ള ഒരു നേതാവിനെ വിളിച്ച് ചായ കൊടുത്തെങ്കിൽ ഞങ്ങളുടെ ബൈബിൾ അത്ര ക്ലിയറായി വരാൻ പോകുന്നു. അന്തിക്രിസ്തു. ഉൽപ്പത്തി 49:17 വഴിയിൽ
ഒരു പാമ്പും പാതയിൽ ഒരു സിറിയയിൽ നിന്ന് ആന്റി ക്രൈസ്റ്റ് എഴുന്നേൽക്കാൻ വേണ്ടി ട്രംപ് സിറിയയുടെ ഉപരോധത്തെ പിൻവലിച്ചെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാണ്. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാ. നാഴിക വന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകൽ അടുത്തുപോയി, എന്റെ കാന്തന്റെ വരവ് സമീപമായി. ചിറ്റാറേ, രാത്രി അടുത്തത് യമന് തീയിടുവോ? ഇനി അടിക്കും. ഞാനതാ ഇന്നലെ പറഞ്ഞേ, സൗദി അറേബ്യക്ക് ഒരു ഭീഷണിയാ ഹൂത്തി വിമതർ. അരംകോയുണ്ട്, മക്ക മദീനയുണ്ട്. അതുകൊണ്ട് സൗദി അമേരിക്കയോട് ഇസ്രായേലും പറയുന്നത് അവനെ ഒതുക്കാൻ. യമനിൽ തീ അയക്കുമോ? ബൈബിൾ എടുക്കാം. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം തോന്നുന്നു. മോൾ വായിച്ചാട്ടെ. ആമോസിന്റെ 1:12 വായിക്കാം. ഞാൻ തേമാനിൽ ഒരു തീ അയക്കും. മതി മക്കളെ, ഈ തേമാന ഇന്നത്തെ യമൻ. എത്ര ക്ലിയറായി! യമനിനകത്ത് ഒരു തീ അയക്കുമെന്ന്. അതാ യമനിലെ എണ്ണ തുറമുകളെ മുഴുവൻ തീർന്നു. അപ്പൊ ഒക്ടോബർ 7 തുടങ്ങിയ അടി എവിടം വരായി അച്ചായ? റൂട്ടെടുത്തു. 1 ഹമാസ്. ഇസ്രായേൽ ഭയങ്കര ബുദ്ധിയുള്ളവനാ. ആദ്യ സപ്പോർട്ട് ഉള്ളവനെ എല്ലാം അടിച്ചു. ഹമാസിനെ അടിച്ചു, സിറിയനെ അടിച്ചു, യമനെ അടിച്ചു, യമനെ എല്ലാം അടിച്ചൊതുക്കി. അവസാനം ബെഞ്ചമിൻ നെതന്യാഹു ഒക്ടോബർ 7 മോഡി സാറിനോട് പറഞ്ഞു, വി ആർ അറ്റ് വാർ, ഞങ്ങൾ യുദ്ധത്തിൽ. അയലുകാരനെ മൊത്തം അങ്ങ് ഒതുക്കി അച്ചായ. തമ്പിച്ചാ കേട്ടോ? സിറിയാക്കാരനെ ഒതുക്കി, യമനെ ഒതുക്കി, ഹമാസിനെ ഒതുക്കി, ഹിസ്ബുള്ളെ ഒതുക്കി. അവന്റെ 10 ഒരെണ്ണത്തിന്റെ പൊങ്ങാതെ ഒതുക്കിയിട്ട് അവസാനം ഒരു കാര്യം ചെയ്തു. സാമ്പിൾ വെടിക്കെട്ട് ഇറാനിൽ നടത്തിയിട്ട് ഒക്ടോബർ 7 അതിന്റെ ബാക്കി പത്രമായി പണം കൊടുത്ത് സഹായിച്ച ഇറാന് അവസാനം അടിക്കുന്നു. അതിനിട്ടൊരു പേരുണ്ട്, റൈസിംഗ് ലയൺ. അതാ ഇസ്രായേലിന്റെ ആക്രമണം. ബൈബിളിനകത്തുണ്ടോ? മോശയുടെ 5 കടിതങ്ങൾ: ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ആവർത്തനം, ലേവ്യ. ഈ സംഖ്യാപുസ്തകത്തിൽ നിന്ന് ഈ ബെഞ്ചമിനെ തന്നെ റൈസിംഗ് ലൈൻ കൊണ്ടുവന്ന് എല്ലാവരും ബൈബിൾ തുറക്കാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യമാണ് റൈസിംഗ് ലയൺ. എല്ലാവരും എടുത്താട്ട്. ഇസ്രായേലിൽ ഇറാനെ ആക്രമിക്കുന്ന പ്രോജക്ടിന്റെ പേര് റൈസിംഗ് ലയൺ. മോള് വായിച്ചാട്ട്. സംഖ്യാപുസ്തകം 23, 24-ാമത്തെ വാക്യം വായിക്കാം. ഇതാ ജനം സിംഹിയെ പോലെ എഴുന്നേൽക്കുന്നു. അതാ ഇസ്രായേൽ ജനം. ഇതോ ജനം സിംഹിയെ പോലെ എഴുന്നേൽക്കുന്നു. അടുത്തത് ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. ദാ കിടക്കുന്ന. അതാ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ റൈസിംഗ് ലയൺ, ഉയർത്തെഴുന്നേൽക്കുന്ന സിംഹം. ദാണ്ട് ബാലസിംഹത്തെ പോലെ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമെന്ന് ദാ കിടക്കുന്നു. അടുത്ത വാക്കുകൂടെ വായിച്ചാട്ട് മോളെ. അവൻ ഇര പിടിച്ച് തിന്നാതെയും നിഹതന്മാരുടെ രക്തം കുടിക്കാതെയും കിടക്കയില്ല. അതുകൊണ്ടാ ഈ പരിപാടിക്ക് അച്ചായ പേരിട്ട റൈസിംഗ് ലയൺ. ഇറാന്റെ നല്ല ഭാഗം അവൻ തീർത്തിട്ടേ വരത്തോള്. ഇപ്പൊ ബൈബിൾ എത്ര ക്ലിയറായി. ഇവിടെ അന്തിമ യുദ്ധം നടക്കത്തില്ല. അതിന്റെ അർത്ഥം ഒരു 2 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ ഈ യുദ്ധം അവസാനിക്കും. 3 കാര്യം. 1, ഇറാനിൽ ഒരു പുതിയ ഭരണം. 2, എല്ലാവരും നോട്ട് ചെയ്യും, ഇറാന്റെ ചില നേതാക്കളെ കൂടി ഇസ്രായേൽ കൈകാര്യം ചെയ്യും. 3-ാമത്തെ കാര്യം, ആണവ കരാറിനകത്ത് ഇറാനെ ഒപ്പിടിപ്പിക്കുമ്പോൾ ഈ പ്രശ്നം അവസാനിപ്പിക്കും. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ കേൾക്കട്ടെ, ചാനലുകാരും കേൾക്കട്ടെ. സ്വോത്രം. നിങ്ങൾ പറയും പ്രസംഗം കേൾക്കത്തില്ലെന്ന്. അച്ഛൻ കേട്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടുമുറ്റത്ത് കർത്താവിന്റെ വരവ് പെങ്ങടെ വീട്ടുമുറ്റത്ത് ഞാൻ പ്രസംഗിച്ചതാ. സ്വോത്രം. എല്ലാവരും കേൾക്കട്ടെ. സ്വോത്രം. അന്ന് ഈ മറുനാടൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു അവരെല്ലാം പെന്തിക്കോസി പാവം പോകുന്നു. സ്വോത്രം. എൻ്റെ ജോലി അവരെ പെന്തിക്കോസി കൊണ്ടുപോകുന്നതല്ല. സന്തോഷമില്ലല്ലോ? സ്വോത്രം. കണ്ടില്ലയോ? അത് കണ്ടിട്ട് ആരാണ്ട് ചോർത്തി കൊടുത്തതാ. എൻ്റെ ജോലി രക്ഷ പ്രസംഗിക്കുന്നത്. എല്ലാ കോൺഗ്രസ്സുകാരും കേൾക്കട്ടെ. പത്തനംതിട്ടയിലെ കോൺഗ്രസ്സുകാരല്ല ഉമ്മൻചാണ്ടി സാറ് ബെർലിനിൽ പോയപ്പോൾ പ്രാർത്ഥിച്ചു വിട്ടത്. ഇവിടുത്തെ പുതുപ്പള്ളിയിൽ അച്ഛനുമല്ല സജൂജാത്തന്നൂരാ പ്രാർത്ഥിച്ചു വിട്ടത്. സ്വോത്രം. ചാണ്ടി ഉമ്മൻ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോഴും പ്രാർത്ഥിച്ചത് പാവപ്പെട്ട ഞാൻ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. കേരളത്തിലെ ADGP 2 IG-മാർ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. എനിക്ക് സുഖമില്ല. IG-യുടെ ഗൺമാൻ വിളിക്കുന്ന എത്ര ദിവസമായി പ്രസംഗം കണ്ടിട്ട് പുതിയതൊന്നും വിടുന്നില്ല ഒന്ന്. സ്വോത്രം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. എടാ, നീ ലോക്കൽ പോലീസിലും ബാക്കിയുള്ളവരുമല്ല, കേരളത്തിലെ മുഴുവൻ ആൾക്കാർ. CPM-മാരെ ശ്രദ്ധയ്ക്ക്. CPM-ന്റെ ചടയൻ നമ്മുടെ ഇന്നത്തെ MV ഗോവിന്ദൻ മാഷ്, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി, ഒരു കത്തോലിക്കക്കാരനാണ്. പുള്ളി കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു 2 എണ്ണം കേട്ട് കഴിഞ്ഞാൽ വളരെ സന്തോഷമൊന്നും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. MV ഗോവിന്ദൻ മാഷ് സെക്രട്ടറിയും കർത്താവിന്റെ വരവ് കേട്ടോണ്ടിരിക്കുക. ഇവിടുത്തെ പെന്തിക്കോസുകാരെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. എടാ, നിന്നെ എല്ലാം ദൈവം ശരിയാക്കും. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി
രാത്രി. മനസ്സിലാകുന്നവർക്കായി ഇതൊരു അന്തിമ യുദ്ധത്തിൽ പോകത്തില്ല. ലോകമാസകലം ക്രിസ്ത്യൻ മീഡിയയിൽ കൂടുന്ന ഞങ്ങൾ ഇന്ന് രാത്രി വചനം പറയുന്നു, ഇസ്രായേൽ ഇറാൻ സംഘടന മൂന്നാം ലോക മഹായുദ്ധത്തിൽ പോകത്തില്ല. 1, ഇറാനിലെ ഭരണകൂടം അട്ടിമറിക്കപ്പെടും. 2, ഇറാനെ ആണവ കരാറിൽ കൊണ്ടുവരും. 3-ാമത്തെ കാര്യം, ഇറാനിലെ ചില ലീഡർമാരെ കൂടെ കൊന്നുകഴിയും. അത് കഴിയുമ്പോൾ ഒരു ഒത്തുതീർപ്പുണ്ടാവും. അതിനുശേഷം നമുക്ക് പിന്നെ സമയമുണ്ട്. ഇതൊരു അന്തിമ യുദ്ധത്തിലെത്തത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വീടും കാറും ഒന്നും വെക്കേണ്ട. 1-ാമത്തെ ഇടവേള എല്ലാവരും ഇവിടെ മനസ്സിലാക്കണം. തണ്ണിത്തോട്ടിൽ നല്ലൊരു വീട്, ഒരു ചെറുപ്പക്കാരി എല്ലാവരും കേട്ടാട്ടെ. അവർ വെളിനാട്ടിലായിരുന്നു. അവർ മടങ്ങി വന്നു, മക്കളില്ല. അടൂർ ലൈഫ് ലൈനിൽ പോയി പാപ്പച്ചന് പൈസ കൊടുത്തു. ഇപ്പൊ 38 വയസ്സായി ചെറുപ്പക്കാരന് ഒരു ആൺകുഞ്ഞിനെ കിട്ടി. സഹോദരിക്ക് 35 വയസ്സ്. നല്ല വീട്, നല്ല കമ്പ്യൂട്ടർ, കാറ്. കുഞ്ഞിനിപ്പോ 2 വയസ്സായി. നാടൻ ഭാഷ, ഒരു കറുത്ത ആങ്കൊച്ച്. ഒരു ദിവസം ഉച്ചയ്ക്ക് 3 പേരൂടെ കട്ടിലേക്ക് കടന്നു. കുഞ്ഞിങ്ങനെ ഉറങ്ങുക. ഭക്ഷണം കഴിച്ച് കറുത്ത കൊച്ച. ഉച്ച 3:30 ചെറുപ്പക്കാരും പറഞ്ഞു, അയ്യോ കുഞ്ഞുമോൻ ഉറങ്ങുക, ഒരു തലങ്ങണ വെച്ച് നമുക്ക് 3:30 മണി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് തോട്ടത്തിൽ വെള്ളം അടിച്ചിട്ട് വരാം. എല്ലാവരും കേട്ടേക്കട ഒരു കഥയായത്. എന്താ? അവർ തോട്ടത്തിൽ വെള്ളം അടിക്കാൻ പോയി, വീട് പൂട്ടി. ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരു തലയണ വെച്ചിരിക്കുക. അപ്പച്ചമ്മച്ച് 4 മണിയായി വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം, പോക പോക പോക. അവർ ഓടി വന്നു. വീട്ടിന് ചുറ്റും നാട്ടുകാർ കൂടിയിരിക്കുക. അവർ പറഞ്ഞു, അകത്ത് കയറുന്നത് ഷോർട്ട് സർക്യൂട്ട്. ചെറുപ്പക്കാരും പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ രക്തത്തിൽ ഒരു കുഞ്ഞ അകത്ത് കിടക്കുന്നത്, മരിച്ചു കാണത്തില്ല. ചെറുപ്പക്കാരി കുഞ്ഞിനെ വാരിയെടുക്കാൻ പോയി. നാട്ടുകാർ തള്ളി പുറത്ത് കളഞ്ഞു. അവസാനം അവർ പറഞ്ഞു, ആര് ഞങ്ങളെ തള്ളിയാൽ ഞങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു കാണത്തില്ല. കത്തുന്ന വീട്ടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ചെറുപ്പക്കാരും അകത്ത് കയറി. 2 വയസ്സുള്ള കരിക്കട്ടയിൽ ഹല്ലേലൂയ ഒരു കറുത്ത കൊച്ചിനെ കയ്യിലെടുത്തുകൊണ്ട് ഒറ്റ ചാട്ട് അല്പം പൊള്ളിയ കുഞ്ഞിനെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് തണ്ണിത്തോടുകാർ കേൾക്ക പറഞ്ഞു, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, വിഷയമില്ല. അല്പം പൊള്ളലുള്ള കുഞ്ഞിന് ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ പ്ലസ് തണ്ണിത്തോടിന്റെ 2ാമത് രാത്രി ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിന്റെ നടുവിൽ കാൽവരി രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ കരങ്ങളിൽ വഹിക്കുവാൻ 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ വരാറാ. ഇന്ന് രാത്രി തണ്ണിത്തോടെ, ശീതത്തോടെ, കരിമാൻതോടെ, മൂഴിയെ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. ചെറുപ്പക്കാരി, വീട്ടിനകത്തിരിക്കുന്ന സഹോദര, ആട്ടോയിലിരിക്കുന്ന സുഹൃത്തെ, പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ വാരി കൊടുക്കണ്ട. ഇന്ന് രാത്രി 2ാമത് രാത്രി ജീവന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, നിത്യതയിലെത്തിക്കുന്ന വചനം ഏറ്റെടുത്ത് ചങ്കത്ത് കൈവച്ചുകൊണ്ട്, യേശു എന്റെ ഏക രക്ഷകൻ, യേശു എന്റെ ഏക കർത്താവ്, അവൻ രാജാതിരാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. 3 വാക്യങ്ങളിലുള്ള എൻ്റെ ശ്വാസം മുട്ടുന്നു. 1-ാമത്തെ ഇടവേള 15 മിനിറ്റൂടെ പ്രസംഗമുണ്ട്. ഒരു പാട്ടുകൂടെ പാടുമ്പോൾ അവസാനിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ച് കരിമാൻ തോട്ടിൽ ഒരു പാവപ്പെട്ട ഒരു സാധുവായ വ്യക്തി വീട് വെക്കുന്നു. അവരുടെ ഭവനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ കുഞ്ഞുങ്ങൾ പാട്ട് പാടുമ്പോൾ നിങ്ങളൊരു നന്മ കൊടുക്കണം. ആരും എഴുന്നേറ്റ് പോകരുത്. നാളെയും കൂടെ ഉള്ളു നമുക്ക് 15 മിനിറ്റൂടെ പ്രഭാഷണം. അത് കഴിഞ്ഞൊരു പാട്ട് പാടുമ്പോൾ ഈ രാത്രി അവസാനിക്കും. കുഞ്ഞുങ്ങളൊരു പാട്ട് പാടിയാട്ടെ. ആ സമയത്ത് ആ പാവപ്പെട്ട സാധുവായ വ്യക്തിയുടെ വീടിന് വേണ്ടി ഒരു നല്ല നന്മ കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കൾ പാടിയാട്ടെ ഈ സമയത്ത്. കരുണയിൻ സാഗരമേ
തിരുകൃപ മതി എനിക്ക് വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഓടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക് വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഓടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക് നാഥാനി മതി എനിക്ക് നിൻ കൃപ മതി എനിക്ക് നാഥാനി മതി എനിക്ക് നിൻ കൃപ മതി എനിക്ക് ഈ വരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക് ഈ വരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക് ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. ആ കരമുയർത്തിയാട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പാടിയതുപോലെ ആര് കൈവിട്ടാലും കൈവിടാത്ത നല്ല നാഥൻ നമ്മളെ അന്ത്യം വരെ നടത്ത്. അവന്റെ തിരുകൃപ തണ്ണിത്തോട്ടിലുള്ള ദൈവമക്കളെ കാക്കും. അന്നാളിൽ ജെറുസലേമിന് ഞാനൊരു പരിഭ്രമ പാത്രമാക്കും. അതൊരു ഭാരമുള്ള കല്ലായി വരും. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അതിൻ്റെ പേരാ മൂന്നാം ലോക മഹായുദ്ധം. അത് നടക്കണമെങ്കിൽ ഒരു റോഡ് ശരിയാവണം. അതുകൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി, ബാക്കി നാളെ. അങ്ങനെയെങ്കിൽ ആ റോഡ് ഇവിടെ ശരിയായി കഴിഞ്ഞു. വായിച്ചു തുടങ്ങുന്നു. ചൈനയുടെ സിൽക്ക് പാത ബൈബിളിലേക്ക് വരുന്നു. യെശയ്യാ പ്രവചനം ബൈബിൾ എടുത്താട്ടെ. കുഞ്ഞുങ്ങളെ ഈ സമയത്ത് വായിച്ച് സഹായിക്കണം. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 12-ാമത്തെ വാക്യം. ചൈനയുടെ സിൽക്ക് പാത. ഈ ആക്രമണം നടക്കണമെങ്കിൽ ദ ചൈന സിൽക്ക് കോറിഡോർ. ഇപ്പൊ വായിക്കും. രണ്ട് കർത്താവിന്റെ ദാസ മോനെ ഇത് ക്ലിയർ ആയിട്ട് കൊടുക്കണം. ചൈനയുടെ സിൽക്ക് പാത. അന്തിമ യുദ്ധം നടക്കണമെങ്കിൽ ഒരു റോഡ് വരണം. ചൈനയുടെ സിൽക്ക് പാത. വായിക്കുന്നു യെശയ്യാ പ്രവചനം 49:12. രണ്ട് കാര്യം കൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കും. വായിക്കാം മോളെ. ഇതാ ഇവർ ദൂരത്ത് നിന്നും ഇസ്രയേലിനെ ആക്രമിക്കാൻ ദൂരത്ത് നിന്നൊരു ജനക്കൂട്ടം വരുന്നു. അടുത്ത വാക്ക്. ഇവർ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇവർ സിനീം ദേശത്ത് നിന്നും. സിനീം ആ ചൈനയുടെ സിൽക്ക് പാത. ചൈന അതിനാസ്പദമായിട്ട് അന്നത്തെ റോഡുകൾ. അതിനാസ്പദമായി ഇവിടെ ഒരു യാത്ര വന്നു. രാഹുൽജിയുടെ ഭാരത് ജോഡോ. കന്യാകുമാരി മുതൽ കാശ്മീർ കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഒരു ബോർഡർ കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ ചൈനയുടെ ബോർഡറിൽ നിന്ന് ഇറാനിൽ നിന്ന് ഇറാഖിൽ കയറാം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി കഴിഞ്ഞാൽ തുർക്കി വഴി നേരെ സിറിയയുടെ ബോർഡർ വഴി ഗോലാൻ കുന്ന് ഇസ്രായേൽ. കരമുയർത്തുന്നവർക്കായി ഈ റോഡാച്ചായ ചൈനയുടെ സിൽക്ക് പാത. ഇതൊക്കെ പത്രത്തിൽ കണ്ടിട്ട് ബൈബിൾ എടുത്തിട്ട് നെഞ്ചത്ത് കൈവച്ച് പറയണം, എൻ്റെ കർത്താവിന്റെ വരവ് അടുത്തുപോയി. സ്വോത്രം. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരു കൂട്ടം വരുന്നു. സ്വോത്രം. നിങ്ങൾ മനസ്സിലാക്കണം. വിദേശ രാജ്യത്തിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ബാക്കിയുള്ളവർക്ക് എന്തൊരു സന്തോഷമാണ്. ഇന്നലെ രാത്രി ഞാനിവിടെ നെഞ്ചുകയറി പ്രസംഗിച്ചു. പ്രിയ പൊന്നച്ചാൻ്റെ വീട്ടിൽ കടന്നപ്പോൾ ദുബായിൽ നിന്ന് 2 ചെറുപ്പക്കാർ ഈ ലൈവ് കണ്ടിട്ട് എന്നെ വിളിച്ചു. പാസ്റ്ററെ, ഇന്ന് നടക്കുന്ന സംഭവം എത്ര കൃത്യമായിട്ട് പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. സ്വോത്രം. ഞാൻ അവരെയും കണ്ടിട്ടില്ല. അനിൽ പാസ്റ്റർ എന്നെ അവർ കണ്ടിട്ടില്ല. എവിടുന്നോ നമ്പർ എടുത്ത് ഇന്നലെ രാത്രി ചുക്ക് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദുബായി ഇരിക്കുന്ന ചെറുപ്പക്കാർ എന്നിട്ട് ചോദിച്ചു തണ്ണിത്തോടെ എവിടെയാണ്. സ്വോത്രം. ഞാൻ പറയും നല്ല തോടാ മക്കളെ, വരുമ്പോൾ കാണാൻ നല്ലതാണ്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അവർ കേൾക്കാത്തവരാ, മറ്റേതോ ഡിസ്ട്രിക്റ്റുകാരാ. ഞാൻ പറയും നല്ല തോടാന്ന്. നമുക്കിത് സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഒരു അന്ത്യകാലം. ഇതാ ചൈനയുടെ സിൽക്ക് പാത. അങ്ങനെയെങ്കിൽ അറബ് രാജ്യങ്ങൾ ഒരുമിക്കും, ഇസ്രയേൽ തളിർക്കും. 2 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിനാസ്പദമായി യേശു പറഞ്ഞു, അത്തി തളിർത്തു കൊമ്പിളതായി. ഇവിടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം.
3 മരങ്ങളോട് ഇസ്രായേലിന്റെ ദൈവം ഉപമിച്ചു. ബൈബിൾ നോട്ട് ചെയ്യാം. 1 അത്തി അവന്റെ രാഷ്ട്രീയം. പഠിക്കുന്ന മക്കൾ എഴുതിക്കോ. ഹോശയ്യ 9:10 അത്തിവൃക്ഷത്തിൻ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു ഇസ്രായേൽ. 2 മുന്തിരി അവന്റെ ആത്മീയം. യോഹന്നാൻ 15:1-2 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെ അവൻ വെട്ടിക്കളയുന്നു. 3-ാമത്തെ മരം ഇസ്രായേൽ, അതാവൻ്റെ സൗന്ദര്യം. സങ്കീർത്തനം 128. പെന്തിക്കോസ്തുകാരുടെ കല്യാണത്തിന് നമ്മൾ കേട്ടിട്ടില്ലേ? ഏതാ? യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ കുഞ്ഞേ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിന്റെ ഫലം വീട്ടിലെത്തും. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെയുമായിരിക്കും. നിങ്ങളിത് കേൾക്കത്തില്ല. ചിക്കൻ ബിരിയാണി നോക്ക്, ഞങ്ങൾ കവർ നോക്ക്. മനസ്സിലാകുന്നവർക്കായി പെന്തിക്കോസ്തുകാരുടെ മംഗള സങ്കീർത്തനം മനസ്സിലാകുന്നവർക്കായി. അപ്പൊ 3 മരങ്ങളോട് ഇസ്രായേലിന്. 1 അത്തി, 2 മുന്തിരി, 3 ഒലിവ്. അത്തി തളിർക്കണം, കൊമ്പിളതാകണം. എവിടെ? വായിക്കാം. അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് കരാർ ഒപ്പുവെക്കോ. അതിന്റെ പേരാ മാർപ്പാപ്പയും അതിനുശേഷം ട്രംപും വന്ന് ഒരു പേരിട്ട് അബ്രഹാം അക്കോർഡ്. മനസ്സിലാകുന്നവർക്കായി ഇപ്പൊ വായിച്ചു തരാ. എവിടം വരായി? എത്ര ക്ലിയർ ബൈബിളിനകത്തുണ്ടോ? ഇസ്രായേൽ തളിർക്കും, അറബ് രാജ്യങ്ങളുമായി കൈ കൊടുക്കും. യെശയ്യാ പ്രവചനം. എല്ലാവരും എടുത്താട്ട് ഒരു വാക്യം കൂടെ പറയും, എനിക്ക് ശ്വാസം മുട്ടുന്നു, അതുകൊണ്ട് ഞാൻ നീട്ടത്തില്ല. യെശയ്യാ പ്രവചനം മോള് വായിച്ചത് 49:12. അടുത്തത് യെശയ്യാ പ്രവചനം 19, 21, 24 വായിച്ചാട്ടെ. അന്നാളിൽ മിസ്രൈമിൽ നിന്ന് അശ്ശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അറബ് ലീഗ് ഒരുമിക്കും. 57 രാഷ്ട്രങ്ങൾ അവരുടെ അറബ് ലീഗ് ഉണ്ടാക്കും, ഒരുമിക്കും. വായിച്ചാട്ടെ. അയക്കാം. അശൂര്യർ മിസ്രൈമിലേക്കും മിസ്രൈമർ അശൂരിലേക്കും ചെല്ലും. കിടക്കുന്ന ഏശാവിന്റെ മക്കൾ ഒരുമിക്കുമെന്ന്. ഇന്നത്തെ സിറിയ, മിസ്രൈം എല്ലാം ഒരുമിക്കുന്ന ഒരു കാലം വരും. അന്നാളിൽ. ഇതാ എന്റെ പ്രസംഗം. അന്നാളിൽ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. മിസ്രൈമർ അശൂരിലൂടെ ആരാധന കഴിക്കും. ഇതാ അറബ് ലീഗ് ഒരുമിക്കുമെന്ന്. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരിടത്ത്. ഈ അറബ് രാഷ്ട്രങ്ങൾ ഒരുമിക്കുമ്പോൾ ഇസ്രായേൽ ആരായിരിക്കും? അതാ എന്റെ പ്രസംഗം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. അത്തി തളിർത്തു, കൊമ്പിളതായി. അവൻ ഭൂമിയുടെ അനുഗ്രഹമാണോ? ഇന്ത്യക്കാർക്ക് ഏറ്റവും അനുഗ്രഹം. നമ്പർ 1 ഇന്ത്യയുടെ കാർഗിൽ യുദ്ധം നടന്നു. എല്ലാവരും കേട്ടാട്ടെ. മോഡി സാർ ആരെയാ സമീപിച്ചത്? അന്നത്തെ കാലത്ത് ഇസ്രായേലിനെയാ. കാർഗിൽ യുദ്ധകാലത്ത് നമ്മുടെ LK അഡ്വായും വാജ്പേയിയായിരുന്നു. അന്ന് പാകിസ്ഥാന്റെ പച്ചയ്ക്ക് വെടിവെച്ച തോക്കുണ്ട്. അതിന്റെ പേരാ ടൈഗർ ടാർ 21. കാർഗിൽ യുദ്ധം ഇപ്പോഴും മനോരമയിലുണ്ട്. ഇസ്രയേലിന്റെ തോക്കുകൾ ഇന്ത്യയെ സഹായിച്ചു. പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് എന്ന് ഹിന്ദിക്കാരനോട് ബന്ധൂക്കെ അവൻ പറയും ഇസ്രയേൽ കാ ബന്ധൂക്കെ. അതുകൊണ്ട് മേജർ രവി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയിൽ ഇരിക്കുന്ന 60% ആയുധങ്ങൾ ഇസ്രയേലിൻ്റെതാ. അതുകൊണ്ടാ അത് യെശയ്യാ പ്രവചനത്തിൽ 54 മറ്റൊരു വാക്യമുണ്ട്. തീക്കൊള്ളി പോലെ ഒരു ആയുധം നിന്റെ കയ്യിൽ തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും തരും. അത്തി തളിർത്തു, കൊമ്പിളതായി. പെന്തിക്കോസ്തുകാരെല്ലാം കാണും, പോസ്റ്റ് ഇടുന്നവർ കാണും. ദാണ്ട് പാകിസ്ഥാന്റെ മണ്ടക്കടിച്ച സാധനം. ദാണ്ട് പാസ്റ്റർമാരും കണ്ടാട്ടെ. ബറാക്കെട്ട് ദാ കിടക്കുന്നു. ഇസ്രയേൽ ഇന്ത്യ സംയുക്ത സംരംഭം. ഇത് അടി കേട്ടപ്പോഴാ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ യുദ്ധം നിർത്താം. ദാ കിടക്കുന്നു. അപ്പൊ ബൈബിള് ശരിയായില്ലേ? അത്തി തളിർത്തു, കൊമ്പിളതായി. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. 2-ാമത്തെ കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നാട്ടുകാർ കേൾക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തിലെ ഏത് നേതാക്കൾ വന്നാലും വൈകിട്ട് കാപ്പി കുടിക്കുമോ? ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി വന്നാൽ ഓടിച്ചക്ക് കെട്ടിപ്പിടിക്കും. മേരാ ബായി ആകയാ. സന്തോഷമില്ലല്ലോ? എൻ്റെ സഹോദരൻ വന്നു. സ്വോത്രം. കണ്ടില്ലേ? ഇറാനെ അടിക്കാൻ തുടങ്ങിയപ്പം ആ ഗൾഫിൽ നിൽക്കുന്ന അവറാച്ച സൂസമാമെ മൊബൈലിൽ വിളിക്കുന്ന പോലെ നെതന്യാഹു ആരെ വിളിച്ചു? ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചു. സന്തോഷമില്ലല്ലോ അച്ചായ? അത്തി തളിർത്തു, കൊമ്പിളതായി. അടുത്ത പ്രവചനം കൂടെ നാട്ടുകാർ കേൾക്കട്ടെ, രാഷ്ട്രീയക്കാർ കേട്ടോണ്ടിരിക്കുക. ദാണ്ടെ മോനെ, ഇസ്രയേലിന്റെ മിസൈൽ വിക്ഷേപണം ലോകത്തെ മുൾമുനയിൽ നിർത്തി 11,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന മിസൈൽ ഇസ്രയേലിന്റെ. ഞാൻ ഇന്ന് ഒരു മതത്തെ ഞാൻ കുറ്റം പറയത്തില്ല. ഇതുവരെ അവൻ ഇറാനെ ആക്രമിച്ചത് പ്ലെയിൻ വഴിയാ. അവന്റെ മിസൈൽ വിട്ടു തുടങ്ങിയിട്ടില്ല, അവന്റെ നേവി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇസ്രയേൽ പറയുന്നത് സാമ്പിളെ തുടങ്ങിയിട്ടുള്ളൂ. മനസ്സിലാകുന്നവർക്കായി സ്വോത്ര. അവനെ ആരും തോപ്പിക്കാൻ പറ്റത്തില്ല. ഒരു കാലത്ത് നമ്മുടെ ഗൾഫ് രാജ്യത്ത് പോയ ആരെങ്കിലും കൊണ്ടുവന്ന കരമുയർത്തിയാട്ട്. ഗൾഫ് രാജ്യത്ത് സൗദി അറേബ്യ വിസയൊന്നും എനിക്ക് വേണ്ട. അയ്യോ, കരം ഉയർത്തുന്നത് പേടിക്കണ്ട. ചിലർ വിചാരിക്കും കവർ ചോദിക്കാനാണ്. എനിക്ക് കവറും വേണ്ട, വിസയും വേണ്ട. സന്തോഷമില്ലല്ലോ? ഗൾഫ് രാജ്യത്ത് പോയ അമ്മമ്മമാരും അച്ചായമാരും ഉണ്ട്. കരം ഉയർത്തിയാട്ട്.
അപ്പൊ ചിലർ കരം ഉയർത്താൻ പേടി, ഞാൻ കല്യാണാലോചനയ്ക്കാന്ന്. എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ ജോലി കല്യാണാലോചനയല്ല. സന്തോഷമില്ലല്ലോ? സ്വോത്രം, കർത്താവിൻ്റെ പരമ സ്വോത്രം. ഗൾഫ് രാജ്യത്ത് പോയി ആരെങ്കിലും ഉണ്ടെന്ന് കരം ഉയർത്തിയാട്ട്. പണ്ട് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവർ നോക്കും ഇസ്രയേലിന്റെ പാസ്പോർട്ടോ സീലോ ഉണ്ടെന്ന്, അവർ മാറ്റി നിർത്തും. ഒരു കാലത്ത് ഗൾഫിൽ നിന്ന് എവിടാ ഇസ്രയേലിലേക്ക് ഒരു വിമാനമില്ല. കിടക്കുന്നു ദുബായ്, ഇസ്രയേൽ, UAE നടക്കുന്നു. ബൈബിള് കാണീര് മോനെ. ഇത്യാദ്, എമിറേറ്റ്സ് എല്ലാം ഇന്ന് അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്ന് ടെല്ലവീവിലേക്ക് പോകുന്നു. അതിൻ്റെ പേര് അബ്രഹാം അക്കോഡ്. മനസ്സിലാകുന്നവർക്കായി ഇതാ ഞങ്ങളുടെ ബൈബിൾ. ഒരു കാലത്ത് യഹൂദന്റെ പതാക കണ്ടാൽ അറബികൾ മാറ്റി നിർത്തുന്ന കാലത്ത് ഇന്ന് ദുബായ്ക്കകത്ത് യഹൂദന്റെ എംബസി തുറന്നെങ്കിൽ, ബഹറിനകത്ത് ഇസ്രയേലിന്റെ എംബസി തുറന്നെങ്കിൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അത്തിതളർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. മനസ്സിലാകുന്നവർക്ക് എല്ലാവരും കൂടെ കേട്ടാട്ടെ. ചെറുപ്പക്കാരെ, എൻ്റെ ശബ്ദം പതർന്നെങ്കിൽ കേട്ടോ. ഹമാസിന്റെ പ്രശ്നം വന്നപ്പോൾ സൗദി അറേബ്യയും UAE ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇടപെടുമെന്ന്. ഇസ്രായേൽ പറഞ്ഞ് ഞങ്ങൾ പീസ് കൊണ്ടുവന്നു. സന്തോഷമില്ലല്ലോ? എമിറേറ്റ്സ്, ഇത്തിഹാദ് എല്ലാം ഓടുന്ന ഇസ്രായേലിന്റെ സോഫ്റ്റ്വെയർ. തള്ളിത്തോട്ടിൽ അമ്മാമ്മമാർ, ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ് ഇതെല്ലാം ആരുടെ? ഇസ്രായേലിന്റെ. സന്തോഷമില്ലല്ലോ? യവൻ പോയി സൂര്യാൽ ട്വിറ്ററിൽ ATM വർക്ക് ചെയ്യത്തില്ല. ഗൂഗിളും ഇല്ല, ഫോൺ പേയും ഇല്ല. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇന്ത്യയിലെ ATMന്റെ സിസ്റ്റം രാഷ്ട്രീയക്കാർ കേൾക്കട്ടെ. SBIയിലെ മാനേജർമാർ സഹിതം ഞാൻ പറഞ്ഞതാ. അവരും പറഞ്ഞു ശരിയാ. ബോംബെയിൽ ഇന്ത്യയിലെ കോർ ബാങ്കിങ് സിസ്റ്റം, നമ്മുടെ ATM കാർഡ് ഏത് ബാങ്കിൻ്റെ ആയാലും എവിടെ ഇട്ടാൽ കോർ ബാങ്കിങ് സിസ്റ്റം ചെയ്തിരിക്കുന്ന ഇസ്രയേലിന്റെ സോഫ്റ്റ്വെയറാണ്. മനസ്സിലാകുന്നവർക്കായി അത് പോയിരിക്കുന്ന 3 കമ്പ്യൂട്ടർ കമ്പനികൾ, 1 ഇന്റൽ, 2 IBM, 3 മൈക്രോസോഫ്റ്റ്. ഇതിന്റെ ബ്രാഞ്ച് ഇസ്രയേലിലാണ്. തണ്ണിത്തോട്ടിലെ ലൈമാന് കുടിച്ചിട്ട് വരുന്ന അച്ചൻകുഞ്ഞച്ചാൻ സ്ഥിരമായിട്ട് ചീത്ത വിളിക്കും. മനസ്സിലാകുന്നവർക്കായി പാഷന്റെ സപ്പോർട്ട്. അപ്പോൾ ഒരു ദിവസം ലൈമാൻ വിചാരിച്ച് ഇന്ന് വെട്ടം കാണുന്ന ഓർക്കട്ട്. സ്വോത്രം. 7 മണിക്ക് അവൻ പീസ് ഊരി പോക്കറ്റ് ഇട്ടിട്ട് പോയി. മനസ്സിലാകുന്നവർക്കായി തണ്ണിത്തോട്ട് KCBയുടെ ഫോണും എടുത്ത് പൊക്കി വെച്ച്. അതുപോലെ ഇസ്രയേൽ അറബ് രാജ്യങ്ങളോട് പറഞ്ഞു, മര്യാദയ്ക്ക് നിന്നില്ലേ, ഞങ്ങൾ പീസ് ഊരിയ നിന്റെ വിമാനവും താഴെ കിടക്കും. ഗൂഗിൾ പേയും ഫോൺ പേയും ഇല്ല. മനസ്സിലാകുന്നവർക്കായി വാട്സപ്പും പോയി, ട്വിറ്ററും പോയി. അതൊക്കെ പോയ കാലത്ത് ആദ്യം ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ ചിറ്റാറ് ചാട്. സന്തോഷമില്ലല്ലോ? കുറേ സൂസമാമ, ചിന്നമാമ ഫേസ്ബുക്ക് പോയാൽ. മനസ്സിലാകുന്നവർക്കായി ഇന്നാൾ അവൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു കുഞ്ഞ് പീസ് ഊരിയപ്പോൾ 180 ഇൻഡിഗോയുടെ വിമാനം തറയിൽ കടന്ന് കരഞ്ഞു. കണ്ണുനീരെന്ന് മാറുമോ, വേദനയെന്ന് തീരുമോ? യവനോട് കളിക്കാൻ പോയാൽ. അതുകൊണ്ടാണ് ഇസ്രയേലിന് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നത്. ലോകത്തിന്റെ ഘടികാരമായി യഹൂദൻ മാറി. യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. 54,000 പേരാ ഗാസയെ മരിച്ചത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ന് വരെ അച്ചായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേലിനോട് പറഞ്ഞു യുദ്ധം നിർത്താൻ. മിണ്ടത്തില്ല. ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. മനസ്സിലാകുന്നവർക്കായി അതാ ഞാൻ കഴിഞ്ഞ ദിവസം UN എല്ലാവരും വോട്ടെടുപ്പിൽ നിന്നപ്പോൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കണ്ണടച്ചിരിക്കുന്നവർ ഇന്ത്യ ഇരുന്നു. ഒന്ന് സ്വോത്രം, പത്രം വായിക്കണം. സ്വോത്രം. അതുകൊണ്ട് ബൈബിളിന്റെ പ്രവചനം നിവർത്തിയായി. അങ്ങനെയെങ്കിൽ ഈ ചൈനയുടെ സിൽക്ക് പാത പോകുന്നത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയാണ്. പ്രസംഗം അവസാനിപ്പിക്കാൻ പോകുന്നു. ആ നദി പറ്റുന്നൊരു കാലം വരാറായി. അതിനകത്തുകൂടെ യഹൂദനെ ആക്രമിക്കാൻ ഒരു സൈന്യം വരും. ഇന്ന് രാത്രി അവസാന ഭാഗം, ബാക്കി നാളെ വായിക്കുന്നു. വെളിപ്പാട് 16-12. എല്ലാവരും ഈ ബൈബിൾ എടുക്കണം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റും. അതിൽ കൂടെ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ, യെറുസലേമിനെ ആക്രമിക്കാൻ ഒരു കൂട്ടം വരാറായി. വായിക്കാം. വെളിപ്പാട് 16-12 വായിച്ചാട്ട് മക്കളെ. നമ്മുടെ പ്രസംഗത്തിന്റെ അവസാന ഭാഗം. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. ഈ വചനം എല്ലാവരും കേൾക്കണം മക്കളെ. നെഞ്ചുകേറി പ്രസംഗിക്കാം. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിൽ ഒഴിച്ചു. അന്തിമ യുദ്ധം. അടുത്ത വാക്ക് കിഴക്ക് നിന്ന് വരുന്ന ചൈനയുടെ സിൽക്ക് പാത വഴി ഇന്ത്യയിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നും, അഫ്ഗാനിൽ നിന്നും, അറബ് ലീഗ്, പാകിസ്ഥാൻ വഴി, ചൈന വഴി, ഇറാൻ വഴി, ഇറാഖ് വഴി യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിൽ വരുമ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വായിക്കാമോളെ വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. കരമുയർത്തുന്നവർക്കായി. വീട്ടിൽ ഗുഡ് ന്യൂസ് വരുന്നവർക്ക് അറിയാം. ഗുഡ് ന്യൂസിനകത്ത് കൊടുത്തിട്ടുണ്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിൽ വെള്ളം പറ്റുന്നു. നിങ്ങളെല്ലാം ഗൂഗിൾ എടുക്കുന്നവരാ. ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് ടൈപ്പ് ചെയ്യും. ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസിലെ വെള്ളം പറ്റി തുടങ്ങി. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം.
തുർക്കി ഒരു ഡാം പണിയുന്നു. മൊബൈൽ അടിച്ചാൽ കിട്ടും. അതിന്റെ പേര് അട്ടട്ടാർ ഡാം. തുർക്കി ഡാം പണിഞ്ഞാൽ ഇറാഖിന് വെള്ളം കിട്ടാതെ വരും. പാകിസ്ഥാനെതിരെ വെള്ളത്തിന്റെ ഉപരോധം പോലെ. അങ്ങനെയെങ്കിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് അത് ഇപ്പോഴേ പറ്റി തുടങ്ങി. അതിന്റെ അർത്ഥം ഇതിൽ കൂടി ഒരു സൈന്യം മാർച്ച് ചെയ്ത് ജെറുസലേമിൽ പോയി യഹൂദനെ ആക്രമിക്കുവാൻ. അതിന്റെ പേരാ യെരുശലേമിന് വരുന്ന അന്തിമ യുദ്ധം. ബാക്കി നാളെ സൈന്യങ്ങൾ യെരുശലേമിന് വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തുപോയി. കരമുയർത്തുന്നവർക്കായി ഇന്നത്തെ സംഭവങ്ങൾ മുഴുവൻ റാന്നി സെന്റ് തോമസ് കോളേജിൽ ഒരു ക്ലാസ് എടുക്കുന്നത് പോലെ ചങ്ക് കീറി ഞാൻ ഇന്ന് പ്രസംഗിച്ചിട്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് വരുന്ന പറ്റിയ കാഴ്ച നിങ്ങളുടെ മൊബൈൽ കണ്ടെങ്കിൽ ഇതുവരെയും രക്ഷപ്പെടാതെ, രക്ഷയുടെ പെട്ടകത്തിൽ കടക്കാതെ അലക്ഷ്യമായി ജീവിക്കുന്ന മനുഷ്യ, ഈ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് പെട്ടുപോകും. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവസാനിക്കാൻ പോകുന്നു. ഇസ്രയേൽ ജനം മനസ്സിലാകുന്നവർക്കായി മോശയുടെ ശബ്ദം കേട്ട് പാളയത്തിനകത്തിറങ്ങി ആഴമേറിയ ചെങ്കടൽ കടന്നു. അങ്ങനെയെങ്കിൽ ഇനി ഇവിടെ യെരുശലേമിനെ ആക്രമിക്കുവാൻ ഒരു സൈന്യം യൂഫ്രട്ടീസ് ടൈഗ്രീസ് വഴി യെരുശലേമിലെത്തി ഒരാക്രമണമാവാസ ആരംഭിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കളെ ചേർക്കുക. ഇസ്രയേൽ പാളയത്തിനകത്ത് കാഹളം മുഴങ്ങിയതുപോലെ അന്ത്യകാഹളം മുഴങ്ങാറായി. അതിന്റെ പേര് കർത്താവ് തൻ ഗംഭീര നാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. യെരുശലേമേ, യെരുശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്നെ മറച്ച് കാക്കാ എനിക്ക് മനസ്സായിരുന്നു. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി. തിരുവചനം, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവാൻ നാഥൻ വരാറായി. ബാക്കി നാളെ രാത്രിയിൽ, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാൽവറിയിലേക്കൊന്ന് മടങ്ങി വാ. രണ്ട് കാര്യം പറഞ്ഞ് ഞങ്ങൾ ആരാധിക്കും. തക്ക സമയത്ത് നിർത്താൻ പോവുക. കാൽവറിയിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, ഇതാ പ്രസംഗം. കാൽവറി ഇല്ലാതെ എന്ത് പ്രസംഗം? അവിടെ രണ്ട് കള്ളന്മാർ ഒരുത്ത യേശുവിനെ നോക്കി. കേട്ടോണം, നോട്ട് ചെയ്തോ? യഹൂദന്മാരുടെ രാജാവ്. ഉടനെ കള്ളൻ പറഞ്ഞു, നീ രാജാവും ചക്രവർത്തിയൊക്കെ അങ്ങോട്ട് താഴെ ഇറങ്ങി വാ, എന്നിട്ട് ഞങ്ങളെ ഇവിടെ രക്ഷിക്ക്. ഇപ്പുറത്ത് വചനം, ഒരു ദുഷ്പ്രവർത്തിക്കാരൻ അവനോട് പറഞ്ഞു, നീ മിണ്ടരുത്. 5 കോടതി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ച് അവനിൽ യാതൊരു കുറ്റവുമില്ല. എന്നിട്ട് പറഞ്ഞ് നമ്മൾ യെരുശലേം മൊത്തം കുത്തി തുറന്ന് ഉള്ള ബ്ലേഡ് കമ്പനി നാട്ടുകാരനെ എല്ലാം പറ്റിച്ചതാ. സ്വോത്രം. താണ്ട് ഇവനൊന്നും ചെയ്തിട്ടില്ല. അത് പറഞ്ഞപ്പം ഇവനൊരു കാഴ്ചപ്പാട് കിട്ടി. അവൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി. യേശുവിൻ്റെ മുഖത്ത് നോക്കി അവന് വെളിപ്പാടുണ്ട്. തണ്ണിത്തോട്ടുള്ള കുഞ്ഞുങ്ങളെ മുഖത്ത് നോക്കിയപ്പോൾ അവനൊരു കാര്യം പിടികിട്ടി. ഇവൻ ഇവിടെ തീർന്നാലും രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. ആ കള്ളന്റെ ഒറ്റ വാക്ക അവൻ വീട് വേണം, കാറ് വേണം, 1.5 കോടി വേണം എന്ന് പറഞ്ഞല്ല, മുഖത്ത് നോക്കിയവന് വെളിപ്പാടുണ്ട്. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, ഈ ക്രൂശിനകത്ത് എൻ്റെ പ്രാണനെ വിട്ടാലും നീ രാജാക്കന്മാരുടെ രാജാവായി രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒറ്റ വേട്, ഈ ഭാവിയായ എന്നെ ഓർക്കണമേ. ഈ പ്രസംഗമാ മാനസാന്തരം. കരമുയർത്തുന്നവർക്കായി. ബാക്കി സഭക്കാരെ വിടുക. ഓർത്തഡോക്സ് സഭക്കാരാന്നേ പറയും ദേവലോകത്ത് വാങ്ങി, IPC-കാരാന്ന് പറയും ട്രസ്റ്റിയോട് സെക്രട്ടറിയോട് സംസാരിക്കട്ടെന്ന്. സ്വോത്രം. ചർച്ചക്കോടുകാരാന്നേ പറയും സ്റ്റേറ്റ് ഓവർസിയറോട്, ഷാരോങ്കാരാന്നേ പറയും ഇന്റർനാഷണൽ പ്രസിഡന്റിനോട്, പുനലൂരുകാരാന്നേ പറയും സാമുവൽ സാറിനോട് സംസാരിക്കട്ടെ. അതൊന്നും യേശു പറഞ്ഞില്ല. ഒറ്റ വാക്ക് പറഞ്ഞു. എന്താ? പാവി. യേശു പറഞ്ഞു, അപ്പോഴല്ല, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. കരമുയർത്തുന്നവർക്കായി ഇതിന്റെ പേരാ സുവിശേഷ പ്രസംഗം. അവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയില്ല, കോടതിയിലെ സമൻസ് നോക്കിയില്ല, കളർ നോക്കിയില്ല, നിറം നോക്കിയില്ല, കീശയിലെ കാശ് നോക്കിയില്ല. വചനത്തിന്റെ ധ്വനി കേട്ട് മുട്ടുമടക്കി ഇന്ന് രാത്രി വീതിക്കകത്ത് ഞാനൊരു പാപി എന്ന് ആര് കരമുയർത്തി പറയുമോ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്നത് ഈ രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. സഹോദരിമാർ, അമേരിക്കയിൽ ക്യാൻസറിന്റെ കമ്മ്യൂണിറ്റി ഓൺകോളജി റിസർച്ചിൽ ഞാൻ നിന്നപ്പോൾ നല്ലൊരു കഥ വായിച്ചു.
അമേരിക്കയിലെ നല്ല ക്യാൻസർ സയന്റിസ്റ്റ് ആയിരുന്നു ഡോക്ടർ മാർക്ക്. മക്കളെ പാട്ടെടുത്തോ യേശുവിൻ്റെ ദൈവത്തെ പോയി. എന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ പോകണം. എല്ലാവരും കേട്ടാട്ട് 1.5 മണിക്കൂറുള്ള ആഭ്യന്തര സർവീസ്. അദ്ദേഹം കാലിഫോർണിയയിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിൽ പോകാൻ വന്നു. എയർപോർട്ട് അടച്ചിരിക്കുന്നു. 24 hours എയർപോർട്ട് ഷട്ട് ഡൗൺ ഡ്യൂറിങ് ടു ദ വെന്റ്. എല്ലാവരും കേൾക്കണം സഹോദരിമാർ, മക്കളെ. അദ്ദേഹം ചെന്ന് മാനേജർ അടുത്ത് പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ ഏറ്റവും വലിയ ക്യാൻസർ സർജൻ. പുള്ളി പറഞ്ഞു, സാറേ ഇത്രയും വിദ്യാഭ്യാസമില്ലേ, കാറ്റടിക്കുന്നു, പ്ലെയിൻ വെള്ളത്തിൽ വീഴും, അതുകൊണ്ടാണ് വിടാത്ത. താങ്കൾ ഒരു റെൻ്റേ കാർ എടുക്കാൻ. കാലിഫോർണിയയിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് 5 മണിക്ക് റെൻ്റേ കാർ എടുത്തു. എല്ലാവരും കേട്ടാട്ടെ. 9:30 മണിയായി. മൂഴിയിൽ നിന്ന് കരിമാൻ തോടിൽ പോകുന്ന ബൈറൂട്ടാ. രാത്രി കടകളില്ല, കമ്പോളമില്ല, ഈ മനുഷ്യൻ്റെ ഒരു കട്ടൻ കാപ്പിയില്ല. മക്കൾ കേട്ടാട്ടെ. ഒരു വീടിൻ്റെ മുൻപിൽ കാർ ചവിട്ടി നിർത്തി. 2 ചിമ്മിനി വിളക്ക് കത്തുക. കോണടിച്ചു, കോളിംഗ് ബെൽ അടിച്ചു. ഒരു സഹോദരി ഇറങ്ങി വന്നു. ഡോക്ടർ എന്ന് പറഞ്ഞില്ല, ഇംഗ്ലീഷിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മൈ നെയിം ഈസ് മാർക്ക്, കോൾഡ് ഈസ് ടു മച്ച്, സിസ്റ്റർ മേക്ക് എ കോഫി ഫോർ മീ. എൻ്റെ പേര് മാർക്കെന്ന. ഒരു കാപ്പി ഇട്ട് ഒരു തണുപ്പ്. സഹോദരി സ്നേഹത്തോടെ പറഞ്ഞു, ടേക്ക് യുവർ സീറ്റ്, ഐ മേക്ക് എ കോഫി ഫോർ യു വിത്ത് 5 minutes. 5 മിനിറ്റ് കൊണ്ട് കാപ്പി തരാം. സഹോദരി കാപ്പി ഇടാൻ പോയി. അമ്മാമ്മേ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അകത്ത മുറിയിൽ വന്ന് 5 വയസ്സുള്ള കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചു, മോനെ വിഷമിക്കണ്ട, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ഡോക്ടർ മാർക്കിനെ കാണും. സഹോദരിയുടെ അകത്തൊരു ആത്മഭാരത്തിൽ പ്രാർത്ഥിച്ചു. ഇദ്ദേഹം ഞെട്ടിപ്പോയി. എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, എവിടുന്നാ ഡോക്ടർ എന്ന് പറയുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് കാപ്പി കൊണ്ടുവന്നു. സിസ്റ്ററോട് ചോദിച്ചു, കാപ്പി കുടിച്ച് നിന്റെ ഭർത്താവ് എവിടെ? അവർ പറഞ്ഞു, ഭർത്താവ് മരിച്ചുപോയി. ആരാ കുഞ്ഞ്? 5 വയസ്സുള്ള എൻ്റെ മോന. എന്താ നീ പ്രാർത്ഥിക്കുന്നത്? അവന് 2 വർഷമായി ക്യാൻസറാ, ഇവിടെ നടക്കത്തില്ല. അടുത്ത സ്റ്റേറ്റിൽ ഒരു ഡോക്ടറുണ്ട്, താങ്കളെപ്പോലെ പേരുള്ള ഡോക്ടർ മാർക്ക്. കയ്യിൽ കാശില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുക. അദ്ദേഹം ആ സഹോദരിയോട് ചോദിച്ചു, ഇതാ ജീവന്റെ വചനം, ഇവിടെ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞു. നിരീശ്വരവാദിയാ. ഇട്ടിയപ്പാറ ഗ്രൗണ്ടിലല്ല അദ്ദേഹം രക്ഷിക്കപ്പെട്ടത്. അദ്ദേഹം ബൈബിൾ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. എന്നിട്ട് ആ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞ്, നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്ക നിന്റെ മുൻപിൽ നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കാലിഫോർണിയ എയർപോർട്ടിൽ ഞാൻ വന്നപ്പോൾ പ്ലെയിൻ ഇല്ലാതിരുന്നത്. എൻ്റെ കാറ് നിന്റെ വീട്ടിനകത്ത് മുമ്പിൽ കറക്റ്റ് നിർത്തണമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. എന്ന് രാത്രി തണ്ണിത്തോട് കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും താഴ്വരയിൽ കുഴികളെ വെട്ടിയാൽ നിനക്ക് വേണ്ടി നിറയ്ക്കുന്ന ദൈവത്തിന്റെ കരം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആ ഡോക്ടർ ഹിസ്റ്ററി കമ്മ്യൂണിറ്റി ഓൺകോളജി ഞാൻ വായിച്ചിട്ട് കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മതപ്രസംഗം കേട്ടിട്ടല്ല യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. ഒരു സഹോദരിയുടെ കണ്ണുനീരിന് മുൻപിൽ എൻ്റെ വണ്ടി ചവിട്ടിയപ്പോൾ എനിക്ക് പിടികിട്ടി, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. രാത്രി തണ്ണിത്തോട്ടിലും ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ, മനം തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സഹോദരി മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അമേരിക്കയുടെ സഹോദരിയുടെ മുൻപിലെ വീട്ടിലല്ല, നിന്റെ വീട്ടിനകത്ത് ആകാശത്തിൽ നിന്ന് വഴികളെ തുറന്ന് കെട്ടിയിറക്കി തരുന്നവനാ സ്വർഗത്തിലെ ദൈവം. അവൻ വാക്ക് മാറുന്നവനല്ല. സാക്ഷ്യം കേൾക്കണം. നിർത്താൻ പോവാ. ശ്വാസം മുട്ടിഞ്ഞ് ചെന്ന ഉടനെ ഗുളി കഴിക്കാൻ രക്ഷയില്ല. ഇന്ന് രാത്രി നിങ്ങൾ കേട്ടാട്ടെ, ഞാൻ യോസഫിലാ തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ അതൊരു നിഴല. യോസഫ് ഉപപ്രധാനമന്ത്രിയായി ഫറവോന്റെ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ ചേട്ടന്മാർ വന്നു. ആദ്യം അരിയും ചാക്കും കൊടുത്ത് തമ്പിച്ച. അത് കഴിഞ്ഞ് 72 പേർക്ക് വിസയും ടിക്കറ്റും കൊടുത്തു. എവിടെ ചെന്നു? മിസ്രയീമിന്റെ രഥങ്ങൾ കണ്ണു മങ്ങിയ അപ്പനെയും സഹോദരന്മാരെ സ്വീകരിക്കാൻ ഇസ്രയേലിന്റെ മണ്ണിൽ ഇറങ്ങിയതുപോലെ അതൊരു നിഴലെങ്കിൽ യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ തന്റെ മക്കളെ ചേർക്കുവാൻ മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിൽ മേൽ സഞ്ചരിക്കുന്നു. നാളെ രാത്രി 3-ാം ഭാഗം ആമോസിന്റെ പ്രവചനം. ഇസ്രായേലേ, ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 രാത്രിയും ചങ്ക് കയറിയ ജീവന്റെ വചനം പ്രസംഗിച്ചേ. ഇനി കർത്താവ് വരത്തില്ലെന്ന് ഒറ്റ പെന്തിക്കോസുകാരനും പറയരുത്, ഒരു സമുദായക്കാരനും പറയരുത്. ലോക സംഭവങ്ങളെല്ലാം കാന്തന്റെ വരവിന്റെ ധ്വനി മുഴക്കുന്നു. അതിനു മുമ്പിൽ പെട്ടകത്തിനകത്ത് കയറിയവനെ ചേർക്കുവാൻ. ആ പെട്ടകത്തിൽ കയറണമെങ്കിൽ ഇത് രക്ഷിക്കപ്പെടണം. പെട്ടകത്തിൽ കയറണമെങ്കിൽ മാനസാന്തരപ്പെടണം. നീ അനുതപിക്കണം, മുങ്ങി സ്നാനമേൽക്കണം, പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം, തിരുമേശയിൽ പങ്കാളിയാകണം. പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാൻ കണ്ടോട്ടെ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ ദൈവശക്തി. ബാക്കി നാളെ രാത്രി
ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്. അത് പറഞ്ഞപ്പോൾ സന്തോഷമില്ലല്ലോ. വചനം മാത്രം കേട്ടാ പോരാ. ഒരു ചിറകിൽ വചനം, മറുചിറകിൽ ആരാധന. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ബിലീവേഴ്സിലും സായിപ്പിന്റെ ആശുപത്രിയിലും പൊയ്യാനിയിലും കാരിത്താസിലും അനവധി പേർ കിടക്കുമ്പോൾ അപ്പച്ചമ്മച്ചി ഇന്ന് രാത്രിയും തണ്ണിത്തോട് ഡോൺ ബോസ്കോ ഓഡിറ്റോറിയത്തിൽ എന്നെ കൊണ്ടുവന്ന ദൈവത്തിന് സ്വോത്രം. എല്ലാ കരങ്ങളും അടിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ. യേശുവിന്റെ ദൈവത്തെ പോൽ ദൈവമില്ല. സഹായിപ്പാൻ എല്ലാ കരങ്ങൾ പഠിച്ച്, എല്ലാ കരങ്ങൾ പഠിച്ച്. Lord Jesus, നന്ദിയപ്പ, നന്ദിയപ്പ. എല്ലാ കരങ്ങൾ പഠിച്ച്. സൂര്യന്റെ ദൈവത്തെ വേറൊരു ദൈവമില്ല. ശക്തിയോടെ സൂര്യന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. അമ്മേ സഹായിപ്പാൻ തന്റെ മഹിമയോടെ ചേർന്ന് പാടി. അവൻ എല്ലാ കാര്യങ്ങളും ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. ശക്തിയോടെ, ശക്തിയോടെ. സൂര്യന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. കാരാഗ്രഹത്തിലും പത്മോസിൻ ദേവിയിൽ ആത്മാവിയെന്നെ എല്ലാ കരങ്ങളും പഠിച്ച് ആത്മാവിയെന്നെ
കരങ്ങളെ തട്ടി. ദേവാദി ദേവൻ അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാൽ വാക്കുമാറാത്ത കർത്താവ്. എല്ലാ കരങ്ങളും അടിച്ച് കാലങ്ങൾ മാറിപ്പോയാൽ അവസാന നിമിഷങ്ങൾ അവനാൽ ആത്മാവിൽ ആരാധിച്ചാട്ട് ക്യാൻസറുകള്, ട്യൂമറുകള്, ആർത്രൈറ്റിസുകളും യേശുനാമത്തിൽ ഇന്ന് രാത്രി അടിയട്ടെ. രാത്രി സൗഖ്യത്തിന്റെ രാത്രി എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. ോളമല്ല അറിയോളമല്ല നീതി തുടിക്കാൻ കഴിയാത്ത ദൈവ കൃപ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനയിൽ അടിയട്ടെ. ഒരു തീ കത്തുന്നത് പോലെ, ഒരു മഴ പെയ്യുന്നത് പോലെ, ഒരു കാറ്റടിക്കുന്നത് പോലെ, ഒരണക്കെട്ട് പൊട്ടുന്നത് പോലെ അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ചിറ്റാർ ഉണരട്ടെ, കണ്ണിത്തോട് ഉണരട്ടെ, കരിമാൻതോട് ഉണരട്ടെ. ആയിരങ്ങൾ യേശുവിനെ കാണട്ടെ, യേശുവിന്റെ വചനം മുഴങ്ങട്ടെ. ഈ കച്ചാനക ബൗദ്ധമനാഥന വന്തൽ കമന അത്ഭുത വൈദമനത്തിൽ ആത്മാവിൽ ആരാധിച്ചാട്ടെ. ശക്തികളും ശക്തികളും മന്ത്രവാദ ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. എല്ലാ ക്യാൻസറുകളും, ട്യൂമറുകളും, ആർത്രൈറ്റിസുകളും കത്തി തൊടാതെ സർജറി കരുത്തുട്ട ദേവൻ വല്ലമായി, ആണ്ടവരൻ വല്ലമായി, പരിശുദ്ധൻ തൂവയാവി ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് ആയിരങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഇത് വിടുതലിന്റെ രാത്രി, ഇത് സൗഖ്യത്തിന്റെ രാത്രി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ കാര്യം ഈ പട്ടണത്തിനകത്ത് അനേക രോഗികളെ സൗഖ്യമാക്കുന്നു. ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി. കൃപയേ 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 കൃപയേ. താങ്ക് യു ലോർഡ്. ഒരു സമയം നിങ്ങളുടെ നല്ല സഹകരണത്തിന് നന്ദി. പലരും 9 മണിയാകുമ്പോൾ സ്ഥലം വിടും. തണ്ണിത്തോടിലെ ദൈവ കുഞ്ഞുങ്ങൾ ഇത്രയും സഹനശക്തിയോട് യേശോപ്പച്ചന് വേണ്ടി കരമുയർത്തുന്നുവെങ്കിൽ നിങ്ങളെ വിടുവിപ്പാൻ കരുത്തുറ്റവൻ ഇന്ന് രാത്രി. ആട്ടുവാതുക്കൽ ഒരു കുളമുണ്ട്, അതിന്റെ പേരാ ബെഥസ്ദാ കുളം. അവിടെ 38 വർഷമായി ഒരുവനെ കടത്തിയിട്ടുണ്ട്. എല്ലാവരും 1 മിനിറ്റ് കേൾക്കണം. അതിനകത്ത് 5 മണ്ഡപങ്ങളുണ്ട്. കുരുടർ, കുഷ്ഠരോഗികൾ, തളർവാദകൾ, ചാന്ദ്രവാദക്കാർ, വീട്ടുകാര് തള്ളിയവർ. രാവിലെ ഒരുത്തൻ ഇറങ്ങി കുളം കലക്കും. ആദ്യം ചാടുന്നവൻ രക്ഷപ്പെടും. 38 വർഷം തണ്ണിത്തോട് ഭാഷ ഒരച്ഛനെ ഇവിടെ കൊണ്ടിട്ടേക്കുക. നാട്ടുകാരും വീട്ടുകാരും മറന്നുപോയി. എന്നാൽ കാത്തിരിപ്പിനൊടുവിൽ എന്റെ നാഥൻ അവിടെ വന്നു. പ്ലസ് തണ്ണിത്തോട് കരമുയർത്തി പറ, കാത്തിരിക്കാൻ തയ്യാറെങ്കിൽ എന്റെ കർത്താവിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഉപവസിക്കാൻ തയ്യാറെങ്കിൽ എന്റെ കടുങ്കട്ട് വീണ വിഷയത്തിന് പരിഹാരം തരുവാൻ ദൈവശക്തനാ. യേശു അവിടെ വന്നപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ തീരെ അവശതയല്ല. യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് മറ്റൊരുവൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. ഇന്ന് രാത്രി അവന്റെ പ്രായം ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പച്ചന്റെ, പക്ഷെ രോഗം 38. പക്ഷെ ഞങ്ങളുടെ യേശുവിന്റെ വയസ്സ് 33. കരമുയർത്തുന്നവർക്കായി ഏത് മാറാ രോഗത്തെ കട്ടിലിനകത്ത് കിടക്കുന്നവരെയും വിടുവിപ്പാൻ ബെഥസ്ദാ കരയിൽ ഇറങ്ങിയ കരം പ്ലസ് തണ്ണിത്തോടിലുണ്ട്. ഒരു വാക്ക് യേശു ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാം. ആ കരം ഉയർത്തി പിടിച്ചാട്ടി. കുവൈറ്റിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു, KNBC. അത് കത്തിയപ്പോൾ
യേശുവേ